പ്രിയ മാതാപിതാക്കളെ, എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. പ്രത്യേകിച്ച് പിതാവിനേക്കാൾ കൂടുതലായി മാതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിൽ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുവാൻ, ഒരു വീഡിയോ ചെയ്യുവാൻ ഇടയാകുന്നത്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനോ അല്ലെങ്കിൽ അവരെ ദൂഷിക്കുവാനോ ഒന്നുമല്ല. അങ്ങനെയെങ്കിലും കുറച്ച് ജീവിതങ്ങൾ നല്ലതാവണമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ്. പഠിക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ അത് പഠിക്കുവാൻ തന്നെയാണോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവർക്കിന്ന് മാധ്യമങ്ങൾ വഴി കൂടെ പല ബന്ധങ്ങളും അവർക്ക് ലഭിക്കും. പഠിക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ അതുപോലെ ഞങ്ങൾ ബസ്സിൽ പല കാഴ്ചകളും കാണുവാൻ ഇടയായി. അതുപോലെ തന്നെ വഴിവക്കലുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പിള്ളേരുമായിട്ട് ഹല്ലേലൂയ പല സംസാരങ്ങളായാലും പല രീതിയിലും ഞങ്ങൾക്ക് പല ദിവസങ്ങളിലും കാണുവാൻ കഴിഞ്ഞു. എന്നാൽ നാം അവരിലൊരു കെയർ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവർ വഴിതെറ്റി പോകാൻ അനുവദിക്കാതെ അവരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴുള്ള തലമുറകളോട് ആരും ഒന്നും പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമത്തേന് ആത്മഹത്യയിലേക്ക് നയിക്കുന്നൊരു പ്രവണതയാണ്. എന്നാൽ സ്നേഹത്തിലൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, അവർക്ക് ഇപ്പോൾ ആര് പറഞ്ഞാലും അത് അവരുടെ തലമണ്ടയിൽ കയറുന്ന ഒരു പ്രായങ്ങളല്ല. എങ്കിലും വഴിതെറ്റി പോകാതെ, നശിച്ചു പോകാതെ. കാരണം ആൺപിള്ളേർ അവരുടെ കാര്യങ്ങൾ നോക്കി അവരവരുടെ പാട്ടിന് പോവും. എന്നാൽ പെൺപിള്ളേരാണ് അത് പഠിക്കേണ്ടത്. കുഞ്ഞുങ്ങളത് പഠിച്ചിരിക്കണം. പലപ്പോഴും ഇങ്ങനെ പോകുന്ന 100-ൽ 5% അല്ലെങ്കിൽ 10% അതിൽ കൂടുതൽ നല്ലതായിട്ട് പോകത്തില്ല. അവരൊക്കെ അവരുടെ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ അവർ അടുത്ത പടി ചവിട്ടി സ്റ്റെപ്പ് മുകളിലേക്ക് കടന്നു പോകും. എന്നാൽ നമ്മളാണത് പലപ്പോഴും പാവം പിടിച്ച സാധാരണക്കാരുടെ കുഞ്ഞുങ്ങൾ, അല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അവർ നശിച്ചു പോകാതിരിക്കാനാണ് നാം പറയുന്നത്. കുഞ്ഞുങ്ങളെ നിങ്ങൾ അതിലേക്ക് വഴുതി വീഴാതെ പല പ്രലോഭനങ്ങളും നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരും. സ്തോത്രം. എന്നാൽ അതിലൊന്നും നിങ്ങൾ അതിർ വിട്ടു പോകാതെ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ, നമ്മുടെ സ്നേഹബന്ധം ആവശ്യമാണ്, കൂട്ടുകെട്ട് ആവശ്യമാണ്. എന്നാൽ പരിധി വിട്ടു പോകുവാൻ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകരുത്. നമ്മുടെ ഭവനത്തിലെ മാതാപിതാക്കളെ അപ്പോൾ നമ്മൾ ഓർക്കുക. അങ്ങനെ അതുപോലെ മാതാപിതാക്കൾ അവരിലൊരു ശ്രദ്ധ, അല്ലെ താമസിച്ചാൽ അത് അന്വേഷിക്കണം, സ്നേഹത്തോടെ അന്വേഷിക്കണം. കാരണം എതിർത്ത് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നാം അതിനുവേണ്ടി ഊർജ്ജസ്വലതയോട് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ജാഗ്രതയോടെ ആയിരിക്കുക. പലപ്പോഴും പഠിക്കാനെന്ന വ്യാജേനെ ചിലപ്പോൾ ക്ലാസ്സിൽ കയറാതെ അവർ വല്ല തിയേറ്ററുകളിലും വല്ല പാർക്കുകളിലും ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ, അതും ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പണ്ടുള്ളവർക്കൊരു ലജ്ജയുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. ബസ്സിൽ മറ്റുള്ളവർ യാത്രക്കാരുണ്ടെന്നൊന്നും ഒരു ശ്രദ്ധയുമില്ല. വഴിവെക്കലായാലും അങ്ങനെ തന്നെ പല നാൽക്കവലകളിലും ഇവിടെയൊക്കെ നമ്മൾ ഓരോന്ന് കണ്ട കാഴ്ചകളാണ് നാം പറയുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വളർത്തിയെടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊരു ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഞാനീ പറയുന്നത് മറ്റുള്ളവരെ മറ്റു രീതിയിൽ അല്ലെങ്കിൽ അരിവാരി തേക്കുവാനോ അങ്ങനെയൊന്നുമല്ല. ഞാൻ കണ്ട കാഴ്ചകളാണ്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളവർ ഞങ്ങളും കാണുന്ന കാഴ്ചകളാണ് ഞാനിവിടെ പറഞ്ഞത്. പലവട്ടം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഹല്ലേലൂയ അങ്ങനെ നമുക്കത് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ നശിച്ചു പോകുന്നത് ഒരിക്കലും നമുക്ക് കാണുവാനും സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും, പ്രത്യേകിച്ച് അമ്മമാർ, ഇതിലൊരു ശ്രദ്ധ കൊടുക്കണം. കുഞ്ഞുങ്ങളെ അതനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. ശ്രദ്ധയോടെ ഈ നാളുകളിൽ അവരോട് ഇടപെടണം. മറ്റ് പ്രശ്നങ്ങളോ അല്ലെ മറ്റ് പ്രതികൂലങ്ങളോ ഒന്നും വരാതെ അവരെ നമ്മളെ നേർവഴിക്ക് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ അനേക കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാധ്യമങ്ങൾ വഴിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊന്നും ആകപ്പെടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും
നമ്മൾ ശ്രദ്ധിക്കുക, പരിപാലിക്കുക. അത്രയേ എനിക്ക് പറയുവാനുള്ളൂ. ശരിയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.